എന്ന ആനസവാരി കേന്ദ്രത്തിൽ ഒരു ആനയുമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായതിന് ഇപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുകയും ഇതിനെതിരെ ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കുകയും ആ ആനസവാരി കേന്ദ്രം കൺസർവേറ്റർ സ്റ്റോപ്പമ്മ എടുത്ത് പൂട്ടിച്ചതാണ്. പിന്നീട് ഇടുക്കി ജില്ലയിലെ പല ആനസവാരി കേന്ദ്രത്തിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും വീണ്ടും തുറക്കുന്ന ഒരു സ്ഥിതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പല സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടാണ് ഫോറസ്റ്റുകാർ ഇത് തുറന്ന് കൊടുക്കുന്നതല്ല. തുറന്ന് പ്രവർത്തിക്കുമ്പോൾ അവർ നിസ്സഹായരാണ്. കാരണം സോഷ്യൽ ഫോറസ്ട്രി വിങ്ങിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ ഉണ്ടായിക്കൊണ്ട് ആണ് ആനസവാരി കേന്ദ്രക്കാർ വീണ്ടും ഇത് തുറക്കുന്നത്. ഇന്നലെ ഇവിടെ ഒരു പാപ്പാനെ കൊന്നു. അതുപോലെ ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിൽ കയറി സവാരി ചെയ്യുന്ന ടൂറിസ്റ്റുകളെ ആയിരിക്കും ആന കൊല്ലാൻ പോണത്. ഇത് വന്യജീവിയാണ്, വന്യജീവി കാട്ടിൽ നിന്ന് നാട്ടിൽ കൊണ്ടുവന്നേ ഉള്ളൂ. ഇതിനെ പ്രകോപനപരമായിട്ട് റെസ്റ്റ് ഇല്ലാതെ കുറേ ഇതാവുമ്പോൾ അതിന് ദേഷ്യം വരികയും അത് ആരെങ്കിലും കൊല്ലും. അപ്പോൾ ഇനി ടൂറിസ്റ്റുകളെ കൊല്ലാതെയും കൂടെ നോക്കാനും ഇതുപോലുള്ള അനധികൃതമായ ലൈസൻസ് ഇല്ലാത്ത ഇടുക്കിയിലെ എല്ലാ ആനസവാരി കേന്ദ്രങ്ങളും പൂട്ടിക്കണം എന്നാണ് കോർഡിനേഷൻ വന്യജീവി കോർഡിനേഷൻ മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്.